കോതമംഗലം നിയോജക മണ്ഡലത്തിൽ ഇടതു വലത് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറായ കോതമംഗലം തഹസിൽദാർ എം ഗിരീഷ് കുമാറിന് മുന്നിലാണ് ഇരുവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തെത്തി. ആവേശം വാനോളമുയർത്തി രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർ രംഗത്ത്. കോതമംഗലം നിയോജക മണ്ഡലത്തിൽ LDF, UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ആന്റണി ജോൺ കോതമംഗലം ഗാന്ധി സ്ക്വയറിൽ നിന്നും പ്രകടനമായി താലൂക്ക് ഓഫീസിലെത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറായ കോതമംഗലം തഹസിൽദാർ M ഗിരീഷ് കുമാറിന് മുന്നിലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ട് 3 ദിവസക്കാലം പിന്നിടുകയാണ്. ഇന്ന് രാവിലെ ഏതാണ്ട് 11 മണിയോടുകൂടി കോതമംഗലം താലൂക്ക് ഓഫീസിലെത്തി ഇവിടെ നാമനിർദ്ദേശ പത്രിക ഇപ്പോൾ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പേരാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണ വേളയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ ഇടവക ദേവാലയമായിട്ടുള്ള കോതമംഗലം സെൻറ് ജോർജ് കത്തീഡ്രൽ ദേവാലയത്തിലെത്തി പ്രാർത്ഥിച്ച് പിന്നീട് ഈശോച്ചൻ്റെയും അമ്മാവൻ ജോർജ് മുണ്ടക്കലച്ചൻ്റെയും അതോടൊപ്പം തന്നെ പൂർവികരുടെയും കല്ലറകൾക്ക് മുൻപിൽ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് കോതമംഗലം വിശുദ്ധ മാർത്തോമ ചെറിയ പള്ളിയിലെത്തി വിശുദ്ധ എൽദോമാർ ബസൂലിയോസ് ബാബായുടെ ഖബറിടത്തിന് മുൻപിലും പിന്നീട് കോതമംഗലം വിശുദ്ധ മാർത്തമറിയം വലിയ പള്ളിയിലും അതിനുശേഷം ചേലാട് തെക്കേ കുരിശിലും എത്തി പ്രാർത്ഥിച്ച ശേഷമാണ് ഇവിടെ പ്രവർത്തകരോടും നേതാക്കന്മാരോടും മറ്റുള്ളവരോടും എല്ലാം ചേർന്ന് പ്രകടനമായി കോതമംഗലം താലൂക്ക് ഓഫീസിലെത്തി നാമനിർദ്ദേശ പത്രിക ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത്. കോതമംഗലം നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറവും വ്യാഴാഴ്ച രാവിലെ നാമനിർദ്ദേശ പത്രിക നൽകി. കോതമംഗലം താലൂക്ക് ഓഫീസിലെത്തി അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറായ തഹസിൽദാർ M ഗിരീഷ് കുമാറിന് മുന്നിലാണ് അദ്ദേഹവും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. നിയോജക മണ്ഡലത്തിലെ UDF നേതാക്കളും പ്രവർത്തകരും ഷിബു തെക്കുംപുറത്തിനൊപ്പമുണ്ടായിരുന്നു. എല്ലാ മേഖലയിൽ നിന്നും നല്ല പ്രതികരണമാണുള്ളതെന്നും വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും ഷിബു മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക കൊടുത്തു. UDFൻ്റെ എല്ലാ നേതാക്കന്മാരും ഈ ചടങ്ങിൽ പങ്കെടുത്തു. ഐക്യജനാധിപത്യ മുന്നണി തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഒരു ദുർഭരണം അവസാനിപ്പിച്ച് സൽഭരണത്തിലേക്കുള്ള വലിയ മുന്നേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാം, കോതമംഗലം നിയോജകമണ്ഡലം കഴിഞ്ഞ 10 വർഷമായി വികസന മുരടിപ്പിന് സാക്ഷ്യം വഹിച്ച ഒരു മണ്ഡലമാണ്. അപ്പോൾ എല്ലാ തരത്തിലും ഈ നിയോജകമണ്ഡലത്തെ ശക്തമായി മുന്നോട്ട് നയിക്കുവാൻ ഐക്യജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങി മുന്നോട്ട് പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം എന്ന് പറയുന്നത് ഷിബു തെക്കുംപുറത്തിൻ്റെ വിജയമല്ല, കോതമംഗലത്തെ ഐക്യജനാധിപത്യ മുന്നണിയുടെയും ജനങ്ങളുടെയും വിജയമാണ് ഈ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ആ നിലയിൽ ശക്തമായി ജനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി ശക്തമായി ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോയി ഉജ്ജ്വല വിജയം നേടും. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.